ബഹുമാനപ്പെട്ട DG സർ, തോംസൺ സിറ്റി പോലീസ് കമ്മീഷണർ പൂങ്കുലവി, ശ്രീ പ്രശാന്ത്, വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ടാതിഥികൾ ആൻഡ് പോലീസ് ഓഫീസേഴ്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സോ എനിക്ക് പറഞ്ഞിട്ടുള്ളത് 20 മിനിറ്റിനകത്ത് ഞാൻ ഈ ഒരു വിഷയം അവതരിപ്പിക്കണം എന്നാണ്. അപ്പോൾ ഒരു ചാലഞ്ചാണ്. കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കുറിച്ച് സംസാരിച്ചാൽ ഞാൻ നാഷണൽ പോലീസ് അക്കാഡമിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അവിടെ ഡെപ്യൂട്ടേഷനിലായിരുന്നു. പൊതുവെ ഞാൻ 2 മണിക്കൂർ ക്ലാസ് ആണ് എടുക്കുന്നത്. സ്റ്റേജിലുള്ള ആളുകൾക്കും അത്രയും പേഷ്യൻസ് കാണില്ല. നിങ്ങൾ പ്രൊഫഷണൽസ് അല്ല, നിങ്ങൾ ഇത്രയും വർഷം ഫീൽഡിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥരാകുന്നത് കൊണ്ട് 2 മണിക്കൂറിന്റെ ക്ലാസ്സിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത് ഫ്യൂച്ചർ നമ്മുടെ കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കൊണ്ട് കേരള പോലീസിന് എന്താ ഗുണം, ഫ്യൂച്ചറിൽ എന്താവാൻ പോകുന്നു, കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കൊണ്ട് വല്ല ഗുണമുണ്ടോ, ഇത് ഉപയോഗപ്പെടുമോ, അല്ല നമുക്ക് സ്ട്രാറ്റജി മാറ്റിയിട്ട് വേറൊരു സ്ട്രാറ്റജി എടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഈ രീതിയിലാണ് എൻ്റെ ഇത് ഒരു പ്രസന്റേഷൻ ആയിട്ടല്ല, ഒരു ഡിസ്കോഴ്സ് പോലെയാണ്. യു ആർ ഓൾവേസ് ഫ്രീ ടു ഗെറ്റ് അപ്പ് ആൻഡ് സേ ദാറ്റ് മൈ ഒപ്പീനിയൻ ഇസ് റോങ്. യു ആർ ഫ്രീ ടു ഡു ദാറ്റ്. അപ്പോൾ വൈ ഐ എം സെയിങ് ദാറ്റ്, ബിക്കോസ് ഇപ്പോൾ കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറയുമ്പോൾ ഇത് വെരി ഡെമോക്രാറ്റിക് സിസ്റ്റമാണ്. അപ്പോൾ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആണ് എൻ്റെ സബ്ജക്റ്റ് ആയിരുന്നു UPSC പരീക്ഷ സമയം. അപ്പോൾ UPSC ഇന്റർവ്യൂ പോയ സമയത്ത് ബോർഡ് ചെയർപേഴ്സൺ ചോദിച്ചു, പുരുഷോത്തമൻ അഗർവാൾ അദ്ദേഹത്തിന്റെ ബോർഡായിരുന്നു, ഡെമോക്രസി ഒന്ന് ഡിഫൈൻ ചെയ്യണം. ഡോണ്ട് ടെൽ മീ ഗവർണൻസ് ഓഫ് ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ, ടെൽ സം അതർ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു. ഞാനങ്ങ് ഒരു 10 seconds അങ്ങ് ഫ്രീസ് ആയി. ബിക്കോസ് ഫസ്റ്റ് തിങ് വിച്ച് കംസ് ടു യുവർ മൈൻഡ് ഇസ് അബ്രഹാം ലിങ്കൻസ് ഡെഫിനിഷൻ ഓഫ് ഡെമോക്രസി. അപ്പൊ അതുപോലെ കമ്മ്യൂണിറ്റി പോലീസിംഗ് ഇസ് നത്തിങ് ബട്ട് പോലീസിംഗ് ഓഫ് ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ. ദാറ്റ് ഇസ് വാട്ട് ഇസ് കമ്മ്യൂണിറ്റി പോലീസിംഗ് ഇൻ ക്രക്സ് യഥാർത്ഥത്തിൽ. അപ്പൊ 2 രീതിയിൽ നമുക്ക് പോലീസിംഗ് ചെയ്യാം. ഒന്ന്, നമുക്ക് സ്റ്റേഷനിൽ വരുന്ന ഇരിക്കാം, ഇഷ്ടംമാതിരി പരാതികൾ വരുന്നു, ഇഷ്ടംമാതിരി ക്രൈം കേസുകൾ വരുന്നു. അത് കൂടാതെ ഡയൽ 112 വന്ന ഫോൺ കോൾസേ വന്നുകൊണ്ടിരിക്കും. തൊട്ടടുത്ത് സ്പീക്കർ ഭയങ്കര ഹൈ വോല്യൂമിൽ പ്ലേ ചെയ്യുന്നു. തൊട്ടടുത്തുള്ള അയൽവക്കക്കാരൻ്റെ തെങ്ങ് എൻ്റെ വീട്ടിൽ വരുന്നുണ്ട്, അത് ഇപ്പൊ വീഴാൻ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കംപ്ലൈൻസ് തന്നെ നമ്മുടെ ഇഷ്ടമാതിരി പരാതി വരുമ്പോൾ ആ പരാതി പരിഗണിക്കുക, ആ പരാതി അഡ്രസ് ചെയ്യുക, അത് ഒരു രീതിയിലുള്ള പോലീസിംഗ് ആണ്. രണ്ടാമത്തത്, വി റീച്ച് ഔട്ട് ടു ദ കമ്മ്യൂണിറ്റി. അപ്പൊ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു ക്രൈം ഉണ്ടാവാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത് പ്രിവെന്റ് ചെയ്യുക. അതാണ് ഈ രണ്ടാമത്തെ സിസ്റ്റം ഓഫ് പോലീസിംഗ്. So that is what is actually community policing. Community policing is nothing but we reach out to the community. We understand what are their felt needs, and together we make a partnership. Together we build trust, and together we bring solutions to all the policing problems that exist. ഞാനൊരു ഐഡിയലിസ്റ്റ് ആണ്. I believe in community policing. ചിലപ്പോൾ ഈ വേദിയിൽ കുറെ പേർക്ക് കമ്മ്യൂണിറ്റി പോലീസ് തീരെ ഇൻട്രസ്റ്റും കാണില്ല. കമ്മ്യൂണിറ്റി പോലീസിംഗ് പറഞ്ഞാൽ ഒരു ഭാരമാണ്, ജോലി ഭാരമാണ്. അപ്പൊ കൂടുതൽ ഈ തിരക്കിന്റെ ഇടയ്ക്ക് SPCയിൽ 100% അറ്റൻഡൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ DIs അതിലേക്ക് ചെന്ന് അവിടെ പോകണം. പിന്നെ ഇപ്പൊ ജനമൈത്രിയുടെ ഫണ്ട് ഡിസ്ബേഴ്സ്മെന്റ് തുടങ്ങാൻ പോകുന്നു. ഇപ്പൊ ജനമൈത്രി സമിതി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം, ജനമൈത്രി ബീറ്റ് ഓഫീസേഴ്സ് അങ്ങോട്ട് ഇറങ്ങി പോകണം. ഹോപ്പാണ്. ഇത് തോറ്റുപോയ കുട്ടികളൊക്കെ ഞാൻ കണ്ടെത്തി ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർക്ക് ലിസ്റ്റ് തരണം, എത്ര കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട്, എത്ര കുട്ടികൾ ഹോപ്പ് പ്രോജക്റ്റിലേക്ക് വരും. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചോളം ചിലപ്പോൾ ജോലി ഭാരമായിട്ട് തോന്നും. ബട്ട് ഇതിന്റെ ഒരു ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് അത് നമുക്ക് മെഷർ ചെയ്യാനേ കഴിയില്ല. അത്രത്തോളം ഒരു ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് ഉള്ള ഒരു സംഗതിയാണ് കമ്മ്യൂണിറ്റി പോലീസിംഗ്. വേൾഡ് ഓവർ ഇതിനെ കുറിച്ച് കുറെ അധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഒരു 2-3 എക്സാമ്പിൾസ് മാത്രം ഞാൻ പറയുന്നു. ഇത് റിസർച്ച് ചെയ്ത് പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ശരിക്കും പോലീസ് ലെജിറ്റിമസിയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കമ്മ്യൂണിറ്റി പോലീസിംഗ് ചെയ്ത ശേഷം പോലീസിന്റെ ലെജിറ്റിമസി തന്നെ 15-20% വർദ്ധിച്ചിട്ടുണ്ട്. പോലീസിംഗ് ലെജിറ്റിമസി എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ചെക്ക് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ക്രൈം കേസ്, ഒരു റോഡ് ആക്സിഡന്റ് കേസ് നടക്കുന്നു, അവിടെ ചെല്ലുന്നു, ഓക്കെ 2 വണ്ടികളുണ്ട്, ആളിനെ കൊണ്ട് ഹോസ്പിറ്റലിലെ ആംബുലൻസിൽ പോയിട്ടുണ്ട്. അവിടെ ഉള്ള ആളുകളുടെ അടുത്ത് ചോദിക്കുന്നു, ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടെന്ന് കൈപ്പൊക്കി വന്ന് നിങ്ങളുടെ വിറ്റ്നസ് ആയിട്ട് വന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ എത്ര പേരുണ്ടാവും? അപ്പൊ അത് കാണൂല. അപ്പൊ നമുക്ക് ഓരോരുത്തരും നീ വിറ്റ്നസ് ആവണം, അത് ഉള്ളിൽ പാവപ്പെട്ട ആളുകളെ നോക്കിയിട്ട് നമ്മൾ വിറ്റ്നസ് ആക്കും യഥാർത്ഥത്തെ. അല്ലെങ്കിൽ ഒരു അശോക് സൺ ഓഫ് കുമാർ എന്നുണ്ട്. ഈ അശോക് സൺ ഓഫ് കുമാറാണ് നമ്മുടെ എല്ലാ കേസുകളിലും വിറ്റ്നസ്. ഗതി കേട്ട് നമുക്ക് ചിലപ്പോൾ വിറ്റ്നസ് കിട്ടിയില്ലെങ്കിൽ
അപ്പൊ ഈ പോളിസിംഗ് ലെജിറ്റിമസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേൾഡ് ഓവർ അഗ്രീഡ് മോഡലാണ് കമ്മ്യൂണിറ്റി പോളിസിംഗ്. അപ്പൊ ഇതിലൊരു ചെറിയ ഉദാഹരണമാണ്. പിന്നെ 40% വരെ റിഡക്ഷൻ, ക്രൈം റിഡക്ഷൻ കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കൊണ്ട് സാധിക്കും. 30% വരെ പോലീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, പോലീസുമായിട്ടുള്ള ഒരു പബ്ലിക്ക് ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, ട്രസ്റ്റ് വാല്യൂ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു പ്രോജക്റ്റ് ആണ് കമ്മ്യൂണിറ്റി പോലീസിങ്. അപ്പൊ നമ്മൾ പോലീസിങ് പറയുമ്പോൾ എന്താ, പൊതുവെ നമ്മുടെ ജോലി എന്താ? ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ്, ക്രൈം പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ആണല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതില്ലാതെ ക്രൈം പ്രിവെൻഷൻ, ക്രൈം ഡിറ്റക്ഷൻ, ലോ ആൻഡ് ഓർഡർ, ഇത് കൂടാതെ ഒരു 4th വിങ് ആണ് സോഷ്യൽ പോലീസിങ്. ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ഈ സൊസൈറ്റി അനുസരിച്ച് പോലീസിങ് ചെയ്യുന്നതാണ് ഈ സോഷ്യൽ പോലീസിങ്. അപ്പൊ ഇതൊരു 4th വിങ് ഓഫ് പോലീസിങ് ആണ്. ഇത് തീർച്ചയായിട്ടും ഒരു നല്ല സ്ട്രാറ്റജി തന്നെയാണ്. നിങ്ങൾ എല്ലാവർക്കും അറിയാം, ലോകത്തിലുള്ള ഈവൻ ഇന്റർനാഷണൽ മോഡൽസ് ആയിട്ട് പറയപ്പെടുന്ന കമ്മ്യൂണിറ്റി പോലീസിങ് ഇനീഷ്യേറ്റീവ്സ് ജനിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം. അപ്പൊ അതിനെക്കുറിച്ച് കുറെ അധികം പുറത്തുനിന്നും പഠനങ്ങൾ ഉണ്ടായിട്ടും സക്സസ്ഫുൾ മോഡലായിട്ട് അംഗീകരിക്കപ്പെട്ടുള്ള കമ്മ്യൂണിറ്റി പോലീസിങ് പ്രോജക്ട്സ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ഇപ്പൊ ഫ്യൂച്ചറിൽ എന്താവും നോക്കിയാൽ നമുക്ക് ഓബ്വിയസ്ലി പോപ്പുലേഷൻ, ഇപ്പൊ നമ്മൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അച്ചീവ് ചെയ്തു, എന്നാലും ഒരുമാതിരി ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഉണ്ടാവാൻ പോകുന്ന സാധ്യത തന്നെ ഉണ്ട്. പ്ലസ് ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉണ്ടാവും, കുറെ അധികം മൈഗ്രന്റ് ലേബറേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ വരുമ്പോ യുണൈറ്റഡ് നേഷൻസ് ഇത്ര ജനങ്ങൾക്ക് എത്ര പോലീസ് ആണെന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് പബ്ലിക് റേഷ്യോ ഒരു റിസർച്ചിന്റെ ബേസിസിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി 10 years from now it is going to increase as 300. As we talk, it is 222. That is a globally accepted police public ratio. കുറെ അധികം വിദേശത്തിലുള്ള പല രാജ്യങ്ങളിലും നല്ല ഒരു പോലീസ് സ്ട്രെങ്ത് ഉള്ള രാജ്യങ്ങളിലൊക്കെ 1 ലക്ഷം പോലീസ് പബ്ലിക്കിന് 222 പോലീസുകാരുടെ അല്ല അതിനെ കൂടുതൽ ആളുകളൊക്കെ കുറെ അധികം രാജ്യങ്ങളിലുണ്ട്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചോളം ആവറേജ് CAPF ഒക്കെ കൂട്ടിക്കൊണ്ട് എല്ലാ BSF, CRP ഇതെല്ലാം പുട്ട് ടുഗെദർ 152 ആണ്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചോളം ഈ ഒരു കഴിഞ്ഞ 10 years കുറച്ച് സ്ട്രെങ്ത് വർദ്ധിച്ചത് കൊണ്ട് 151 ആണ് നമ്മുടെ ആവറേജ്. 151 പോലീസ് ഓഫീസേഴ്സ് per 1 lakh population. അപ്പൊ കൺസിഡറിംഗ് ദ ഫാക്ട് ദാറ്റ് there are more than 30 ഇവർ പറയപ്പെടുന്നത് 3 million മൈഗ്രന്റ് ലേബറേഴ്സ് ആണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ദേ ആർ ഫ്ലക്ച്വേറ്റിംഗ്, വരും പോവും പ്ലസ് ദ എക്സിസ്റ്റിംഗ് പോപ്പുലേഷൻ. അപ്പൊ ഇങ്ങനെ ഒരു പോപ്പുലേഷൻ ലോഡിനെ നമുക്ക് പോലീസിങ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാലും അടിസ്ഥാന ഈ ക്വസ്റ്റ്യൻക്ക് ആൻസർ എന്താ പറഞ്ഞാൽ വി നീഡ് ദ പാർട്ട്ണർഷിപ്പ് വിത്ത് ദ കമ്മ്യൂണിറ്റി ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്. വി കനോട്ട് ഡു പോലീസിങ് അലോൺ. അപ്പൊ ദാറ്റ് ഇസ് വൺ തിങ് വിച്ച് ഇസ് അഗ്രീഡ് അപ്പോൺ. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോവാം. ഇപ്പൊ ക്രൈം പ്രിവെൻഷൻ ഇസ് പോസിബിൾ ത്രൂ കമ്മ്യൂണിറ്റി പോലീസിങ്. അപ്പൊ ഈ അടുത്ത് ഞാൻ പൊന്മുടി പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്തായിരുന്നു ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട്. അപ്പൊ പൊന്മുടിയിൽ പോയപ്പോഴത്തേക്കും അതൊരു കൊച്ചു പോലീസ് സ്റ്റേഷനാണ്, ഒന്നുമില്ല, 2 ടീ എസ്റ്റേറ്റും ഒരു റബ്ബർ എസ്റ്റേറ്റും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സാറ്റർഡേ സൺഡേ ആയാൽ ഒരു 4000 വണ്ടികൾ വരും, ടൂറിസ്റ്റ് ആണ്. വേറെ ഒന്നും അധികം വിഷയമൊന്നുമില്ല, പോപ്പുലേഷൻ പോലും ഇല്ല. അപ്പൊ ഈ ഒരു ടീ എസ്റ്റേറ്റിലേക്ക് പോവാമെന്ന് പറഞ്ഞ് ഞാൻ വിദുര SHO വന്നാണ് വന്നത്. എന്നാലും അദ്ദേഹത്തിനെ കൊണ്ടിട്ട് ഈ ടീമിനെയും കൊണ്ട് അങ്ങോട്ട് പോയി. അപ്പൊ അവിടെ ഒരു ഈ ടീ എസ്റ്റേറ്റിനകത്ത് ഈ ലേത്ത് പോലത്തെ ഒരു സെറ്റപ്പിലാണ് കുറെ അധികം ഒരു 6 ഫാമിലീസ് നിൽക്കുന്ന ഒരു സ്ഥലത്ത്. അപ്പൊ അതിലൊരു ലീലാമാണ് പറഞ്ഞ ഒരു സ്ത്രീ. അപ്പൊ ഈ ലീലാമാക്ക് ഓൾമോസ്റ്റ് ഒരു എത്രയാണ് പ്രായം ചോദിച്ചാൽ ഒരു 65-70 കാണും മാഡം എന്നാണ് പറഞ്ഞത്. അപ്പൊ അവർക്ക് ആക്ച്വലി അവരുടെ പ്രായം പോലും അറിയില്ല. ലെറ്റ്സ് സേ 65 years old. അപ്പൊ അവർക്ക് ഒരു ബുദ്ധി സ്വാധീനമില്ലാതെ ഒരു പയ്യനുണ്ട്. അപ്പൊ അവൻ ഓൾമോസ്റ്റ് 30 വയസ്സ് പ്രായമാണ്. അവൻ വീട്ടിന്റെ പുറത്ത് ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഈ ഒരു ഡീറ്റെയിൽ അറിഞ്ഞില്ല എങ്കിൽ ഇവരുടെ തൊട്ടടുത്ത് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ 6 വീടുകളുള്ള സ്ഥലമാണ്. ഇപ്പൊ തൊട്ടടുത്ത വീട്ടില് ഒരാളുണ്ട്. അദ്ദേഹം ഒരു ആക്സിഡന്റിൽ പെട്ടു. ബേസിക്കലി ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്. ഇടയ്ക്കിടയ്ക്ക് വയലന്റ് ആവും, കത്തിയൊക്കെ എടുത്തിട്ട് പുറത്ത് വരും. അപ്പൊ ഇത് ഈ ബീറ്റ് ഓഫീസർ അറിഞ്ഞില്ല എങ്കിൽ നാളെ ഇദ്ദേഹം തന്നെ പുറത്ത് വന്ന് ഈ ബുദ്ധിസ്വാധീനമുള്ള കുട്ടീനെ, 30 വയസ്സ് പ്രായമുള്ള ആളാണ്, കുട്ടീന്ന് തന്നെ പറയാം, ബിക്കോസ് അവർക്ക് ഒന്നും ചെയ്യാറില്ല. പ്ലസ് കണ്ണിലെയും കാഴ്ചപ്പാട് കുറവാണ്. ഒരു കൊലപാതകമോ ഒരു അറ്റംപ്റ്റ് മർഡറോ അല്ല ഈ ഒരു സ്ത്രീയുടെ പേരിൽ ഒരു അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ആ വീട്ടിന്റെ അകത്തുനിന്ന് ഇനിയൊരു അമ്മ വരുന്നു. അവർക്ക് 100 വയസ്സിനധികം പ്രായം കാണുന്ന തോന്നിയത്. അവര് ഈ ലീലാമാട് ഭർത്താവിന്റെ അമ്മയാണ്. ഭർത്താവ് മരിച്ചു, ഭർത്താവിന്റെ അമ്മ. ഇവര് അവിടെ താമസിക്കുന്നത് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല.
ആൻഡ് ആ ഏരിയയിൽ ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ല. ഇപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഇത് ഞാൻ എന്ത് ചെയ്യാന്ന്? ഒരു പോലീസ് ഓഫീസറാണ്, അവിടെ ഹോസ്പിറ്റലിലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ബട്ട് ഞാൻ ഒരു ബീറ്റ് പോലീസ് ഓഫീസർ എങ്കിൽ എനിക്കറിയാം ഇവിടെ ക്രൈം ഉണ്ടാവാൻ സാധ്യത ഉള്ള ഒരു പാക്കാണ്. പ്ലസ് ഇവർക്ക് ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ല എങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു കത്തോ, ഒരു പഞ്ചായത്ത് മെമ്പറിനെ കൊണ്ട് ഒരു കത്ത് എനിക്ക് ജില്ലാ കളക്ടർക്ക് കൊടുക്കാൻ പറ്റും, പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുക്കാൻ പറ്റും, DMO കൊടുക്കാൻ പറ്റും. എന്റെ ഓൾഡ് പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗ് തന്നെ അവിടെ കിടപ്പുണ്ട്. പൊന്മുടിയുടെ പഴയ പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗ് അവിടെ യൂസ് ചെയ്യാതെ ഉണ്ട്. അവിടെ ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങിയാലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇവർക്ക് അവിടെ തന്നെ ലഭിക്കുന്നു. 4000 വണ്ടികൾ ടൂറിസ്റ്റ് പറയുമ്പോൾ ഒരു വണ്ടിയിൽ 2-3 പേര് വെച്ചാലും ഒരു ഓൾമോസ്റ്റ് 8,000-9,000 ടൂറിസ്റ്റ് വരുന്ന ഏരിയയിൽ ഒരു താഴെ വീഴുന്നാൽ ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പോലും അവിടെ ഒരു സൗകര്യമില്ല. അപ്പൊ ഇതാണ് അങ്ങോട്ട് ചെന്ന് ചെയ്യുന്ന പോലീസിങ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചിലപ്പോൾ ചെന്ന് ചെയ്യുന്ന കാര്യം സോഷ്യൽ സർവീസ് പോലെ കാണുമ്പോൾ നമുക്ക് സോഷ്യൽ സർവീസ് എന്നാണ് പറയപ്പെടുന്നത്. കുറെ അധികം കേരളത്തിനകത്ത് ബീറ്റ് ഓഫീസേഴ്സ്, കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ എത്രയധികം ബീറ്റ് ഓഫീസേഴ്സ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, സീനിയർ സിറ്റിസൺസ്, പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊക്കെ കുറെ സഹായം ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറെ അധികം പോലീസ് ഓഫീസർ എക്സാംപ്ലറി വർക്ക് ജനമൈത്രി പോലീസിംഗ് സംവിധാനത്തിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ചെയ്തത് എന്താണ്? സോഷ്യൽ സർവീസാണ്, പോലീസിംഗ് അല്ല. അങ്ങനെ വിചാരിച്ചാൽ അത് തെറ്റാണ്. ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്, നമുക്കത് മെഷറബിൾ അല്ല. ബട്ട് ഇതിലൂടെ നമുക്ക് ഒത്തിരി അധികം ബെനിഫിറ്റ്സ്, പോലീസിന്റെ ലെജിറ്റിമസി ഞാൻ പറഞ്ഞല്ലേ, അത് അത്രയധികം വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ജനമൈത്രിയിൽ ഒരു സിനിമ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, അത് നിങ്ങൾ കാണുക. ജസ്റ്റ് നമ്മുടെ ഒരു 10 വർഷം മുമ്പ് ചെയ്ത, ഞാനൊക്കെ SP ആയിട്ടുള്ള സമയം ചെയ്ത ജനമൈത്രിയുടെ അതുപോലത്തെ ജനമൈത്രി പദ്ധതിയുടെ ഒരു സിനിമയാണ് ജനമൈത്രി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. സോ ഇത് എന്താ പറഞ്ഞാൽ നമുക്ക് അവിടെ ഉള്ള കുടുംബങ്ങൾ എന്താണെന്ന് അറിയാം, അവിടെ ഉള്ള ചെറുപ്പക്കാർ ആരാണെന്ന് അറിയാം, അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യത ഉണ്ടെന്ന് അറിയാം. ഇതെല്ലാം നമ്മൾ ഇറങ്ങി ചെന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. ഒന്നുമില്ലെങ്കിലും അവരുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് വേണം. കാവൽ കന്നുകളിന് മുന്നേ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഒരു 1000 CCTV ക്യാമറസ്. പിന്നെ കമ്മീഷണർ ട്രിവാൻഡ്രം സിറ്റി വിചാരിച്ചു എനിക്കൊരു 1,00,000 CCTV ക്യാമറസ് ടാർഗറ്റ് എല്ലാ SHOമാർക്കും വീതിച്ചു കൊടുത്തു. ഇത്ര CCTV ക്യാമറ ചെയ്ത് വന്നാൽ മതി. SHOs ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റോ? ഈ പുറത്തേ ഇറങ്ങാതെ SHOs തീരെ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. So it's all about networking. Community policing is nothing but networking. If we are having regular meetings at Janamaitri Samitis at every beat level, at the police station level and at district level, you just say 1 lakh cameras, you may end up getting 5 lakh cameras. That is the power of community policing. That is it. It's not just about manpower mobilization or നിങ്ങൾക്ക് additional manpower, because community watchനൊക്കെ പല സംസ്ഥാനങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ചെറുപ്പക്കാർ പോലീസുകാരുടെ കൂടെ രാത്രി പെട്രോളിങ്ങിന്റെ സമയം നമ്മുടെ കൂടെ കൈപിടിച്ച് വരുന്ന ചെറുപ്പക്കാർ കുറെ പേര് കിട്ടും. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ബട്ട് ഇറ്റ്സ് ഓൾസോ അബൌട്ട് റിസോഴ്സസ്. നമ്മൾക്ക് ചിലപ്പോൾ റിസോഴ്സസ് കിട്ടൂല, കിട്ടാൻ പരിമിതി ഉണ്ടെങ്കിൽ അവിടെ റിസോഴ്സ് ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പോലും പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോജക്റ്റ് ആണ് കമ്മ്യൂണിറ്റി പോലീസിംഗ്. സോ ദിസ് ഇസ് അബൌട്ട് ഇറ്റ്. അപ്പൊ ഈ അടുത്ത് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു essay അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പണ്ട് കുറെ കാലം വർക്ക് ചെയ്തിട്ടുണ്ടാവും, ട്രിവാൻഡ്രം സിറ്റിയിലുള്ള ഓഫീസേഴ്സ്ക്ക് അറിയാമായിരിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇവിടെ തൊട്ടടുത്ത് വരുമ്പോൾ ഒരു ചായ കടയ്ക്ക് പോയാൽ സാറ് പൈസ തരണ്ട, ചായ കൊടുത്ത് ഇപ്പൊ റിട്ടയർ ചെയ്തിരിക്കുകയാണ്, എന്നാലും പൈസ അങ്ങോട്ട് വാങ്ങിക്കില്ല. ബിക്കോസ് ദാറ്റ് വാസ് ദ കൈൻഡ് ഓഫ് കണക്ട് ഹി ഹാഡ് വിത്ത് every local person in that community. Everybody he was touching, every pulse of the pulse of that police station he knew. So this is all possible only when we get out of the police station. Ipo endha paranja, as of presently there are only 2 beat police officers who are doing the Janamaitri beat. Only 2 beat police officers right Churungi. ഒരു പോലീസ് സ്റ്റേഷന്റെ കംപ്ലീറ്റ് മാൻ പവർ ജനമൈത്രി ചെയ്യുന്നതാണ്. ഒരു പോലീസ് സ്റ്റേഷന്റെ കംപ്ലീറ്റ് മാൻ പവർ ഇറങ്ങി ചെന്ന് ബീറ്റ് ഏരിയയിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ബീറ്റ് ഏരിയയിൽ പെടുന്ന ക്രൈം കേസുകൾ ഡിറ്റക്ട് ചെയ്യുക, നിങ്ങളുടെ ബീറ്റ് ഏരിയയിൽ പെടുന്ന പ്രോസസ്സ്, സമ്മൻസ്, പാസ്പോർട്ട് വെരിഫിക്കേഷൻ, എല്ലാ ജോലികളും ബീറ്റ് ഏരിയ അടിസ്ഥാനത്തിൽ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. പിന്നെ ഒരു കാര്യം എന്താ പറഞ്ഞാൽ, ഈ കമ്മ്യൂണിറ്റി റീച്ച് ഔട്ട് ആവുമ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, ഇവിടെ വാട്ടർ ഇല്ല, ഇങ്ങനത്തെ പരാതികൾ വരും, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അപ്പൊ എസ്പെഷ്യലി ജനമൈത്രി ട്രൈബൽ മേഖലകളിൽ ചെയ്യുമ്പോൾ ഇതൊരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് അവിടെ എന്താ വേണ്ടത്? സിനർജി വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. സോ ഇപ്പൊ കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പോലീസ് ആൻഡ് പബ്ലിക്, ബട്ട് പോലീസ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. ഇപ്പൊ what is the role of district collector, the tehsildar there, village panchayat പ്രസിഡന്റിന്റെ റോള്, മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുകളുടെ റോള്, ഇതെല്ലാം ഈ റിസോഴ്സസ് മൊബിലൈസ് ചെയ്തിട്ട് പോലീസ് ത്രൂ
പബ്ലിക് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി ഈ പ്രോജക്റ്റിലേക്ക് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്യൂച്ചറിൽ drug abuse will definitely be a major problem across the world. Globally it is a major problem, and our youngsters are much more vulnerable compared to any other state. appo idu njan parayan karanam, one of the major reasons why youngsters get addicted to drugs, genetic factor plays an important role. If father allengil mother addicted to alcohol engil, percentage of the child picking up drugs as an addiction is much more high. Considering the fact that Kerala has a per capita one of the high consumption rates when it comes to alcohol, our children are much more vulnerable to drug abuse. appo idu kanakalakumba projects like student police cadet, projects like school protection group, project like recently ഉദ്ഘാടനം ചെയ്ത college protection groups, appo ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോലീസിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇതാണ് പ്രോബ്ലം. ഇതിന്റെ ഒരു സൊല്യൂഷൻ പ്രിവെൻഷൻ ആസ്പെക്റ്റിൽ നോക്കിയാൽ ഡെഫിനറ്റ്ലി ഈ പ്രോജക്ട്സ് എല്ലാം നല്ലൊരു സക്സസ്ഫുൾ റിസൾട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഉറച്ചുള്ള ഒരു വിശ്വാസം. ഇപ്പോൾ നിലവിൽ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് 1048 സ്കൂൾസിൽ കേരളയിൽ ഇംപ്ലിമെന്റ് ചെയ്തു വരുന്നു. ഈ സ്പീഡ് തന്നെ പോയാൽ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാ ഗവൺമെന്റ് സ്കൂൾസിലും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്, പിന്നെ എല്ലാ പ്രൈവറ്റ് സ്കൂൾസിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ഒരു 8000 സ്കൂളുകളുണ്ട്. ഈ എല്ലാ സ്കൂളുകളിലും ഒരു ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഇംപ്ലിമെന്റ് ചെയ്താൽ നല്ലൊരു റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയും ഉള്ള പ്രോജക്റ്റ് ആണ് സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പ്രോജക്റ്റ്. അതുപോലെ തന്നെ ഇതുവരെ SPC എത്താത്ത സ്കൂളുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, സ്കൂളിന്റെ ഒരു ജാഗ്രതാ സമിതി, സ്കൂളിന്റെ അടിസ്ഥാനമായിട്ട് വരുന്ന സെക്യൂരിറ്റി ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു സമിതി, ഒരു ബേസിക് സമിതി, ഒരു പെറ്റിഷൻ ബോക്സ്, ഇത് മാത്രം വെക്കാൻ പറ്റുമെങ്കിൽ ഈ സ്കൂളിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അതാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. അപ്പൊ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇനി ഒരു 10 വർഷമാകുമ്പോൾ എല്ലാ സ്കൂളുകളിലും റോബസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. ഇപ്പൊ നമ്മൾ ഗവൺമെന്റിലേക്ക് ഒരു പ്രൊപ്പോസൽ കൊടുത്തത് കോളേജ് SPC, കോളേജില് SPC പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പോസലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതും വന്നു കഴിഞ്ഞാൽ കോളേജിലും നമുക്ക് SPC പ്രോജക്റ്റ് പോലത്തെ ഈ രണ്ട് സക്സസ്, ഈ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആണോ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, യൂത്തിനെ ഒരു ഈ ഒരു സോഷ്യൽ വൈസസിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റ് ആയിരുന്നു. ഈവൻ ആസ് എ ചൈൽഡ് ഐ ഡിഡ് നോട്ട് ഗെറ്റ് സച്ച് എൻ എക്സ്പോഷർ, സച്ച് എ ബ്യൂട്ടിഫുൾ പ്രോജക്റ്റ്. ഐ വിഷ് മൈ ചിൽഡ്രൻ ഓൾസോ ഗെറ്റ് സച്ച് കൈൻഡ് ഓഫ് എൻ ആക്സസ്. സോ അതാണ് നമ്മുടെ യൂത്തിന്റെ പൊട്ടൻഷ്യൽ ആകുമ്പോൾ ഈവൻ പ്രോജക്ട്സ് ലൈക്ക് ഹോപ്പ്. അപ്പൊ ഞാൻ ആദ്യം ഹോപ്പിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഷോക്കായി. എന്തിനാ നമ്മൾ ട്യൂഷൻ ക്ലാസ് ഒക്കെ കഴിക്കണം? ഇപ്പൊ ഞാൻ DIG ആയിട്ട് നിൽക്കുമ്പോൾ ഇവിടുത്തെ DIGക്ക് മനസ്സിലാവും, കാപ്പ പ്രൊപ്പോസൽ നമ്മൾ എക്സ്റ്റർമെന്റ് ഓർഡർ ഇടുമ്പോൾ തൃശ്ശൂർ DIG ആയിട്ടുള്ള 100 കാപ്പ പ്രതികളുടെ ഒരു സർവേ ഞാൻ നടത്തിയായിരുന്നു. ഈ 100ൽ 99 പേര് 10th ഫെയിലും 10th ഡ്രോപ്പ് ഔട്ടുമാണ്. ക്യാൻ യു ബിലീവ് ദിസ്? അപ്പൊ ഈ 10th ഫെയിൽ ആവുന്ന കുട്ടികളെയാണ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 5 മിനിറ്റ് ചെലവഴിച്ച് ഈ കുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കണം. ഫോൺ വിളിച്ചിട്ട് നമ്മൾ ഹോപ്പിന് ഒരു പദ്ധതി, ഒരു ട്യൂഷൻ സെന്റർ ഉണ്ട്, അവിടെ പോയാൽ മതി എന്ന് പറയണം. അത്രയേ ഉള്ളൂ. ഒരു ഇടയ്ക്ക് പറ്റിയാൽ ഒരു മോട്ടിവേഷൻ ടോക്ക്. അപ്പൊ ഇതിലൂടെ ഓൾമോസ്റ്റ് കഴിഞ്ഞ വർഷം 1492 കുട്ടികളാണ് എൻറോൾ ചെയ്തത് ഹോപ്പിൽ. അതിൽ 60% സക്സസ്, 60% ചിൽഡ്രൻ പാസ് ദ എക്സാം. ഡ്രോപ്പ് ഔട്ട് ആയ കുട്ടികളും മറ്റേ ഫെയിൽ ആയ കുട്ടികളും 10th and 12th സ്റ്റാൻഡേർഡ്. സോ ഇതിലൂടെ വി ഗിവ് ദം അനദർ ചാൻസ് ഇൻ ലൈഫ്. ത്രൂ ദിസ് വി പ്രിവെന്റ് ക്രൈം ബേസിക്കലി. ബിക്കോസ് ഇത് 10th ഫെയിൽ ആയ ചിലപ്പോൾ അവനൊരു ഡെയിലി വേജർ ആയിട്ടോ അല്ല വല്ല ക്യാൻറ്റീൻ, പിന്നെ പെയിന്റ് അടിക്കുന്ന പണി, ഈ മേസ്ത്രി പണി, ഇങ്ങനെയൊക്കെയാണ് ഈ പ്രതികൾ പൊതുവെ പറയുന്നത്. നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അപ്പൊ ഇവര് സ്വാഭാവികമായിട്ട് ഈ 16 വയസ്സിൽ തന്നെ അഡൽസുമായിട്ടാണ് ഇവർക്ക് ഇന്ററാക്ഷൻ. അപ്പൊ 16 വയസ്സിൽ തന്നെ അവർ മദ്യം കുടിക്കാൻ തുടങ്ങും, ഡ്രഗ്സ് എടുക്കാൻ തുടങ്ങും. സോ ഇങ്ങനെയൊക്കെയാണ് ഇവര് ക്രൈമിലേക്ക് വരുന്നത്. അപ്പൊ അവർക്ക് ഈ ചാനൽ അല്ലാന്ന് ഒരു ചാനൽ നമ്മൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ക്രൈം പ്രിവെൻഷൻ സ്ട്രാറ്റജിയാണ്. ഇപ്പൊ ട്രിവാൻഡ്രം സിറ്റിയിലും കൊച്ചി സിറ്റിയിലും അഗ്നിപർവ്വകൾ എന്ന് പറഞ്ഞുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. അഗ്നിപർവ്വകൾ എന്ന് പറയുന്നത് നമ്മുടെ NSS പോലെയാണ്. ഇപ്പോ പൊതുവെ നമുക്ക് NCC NSS അറിയാം. അപ്പൊ അതുപോലെ SPCയുടെ ഒരു SSS സ്റ്റേറ്റ് സോഷ്യൽ സർവീസ് സ്കീമായിട്ട് കാണാം ഈ അഗ്നിപർവ്വകൾ. അതിപ്പോ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ പുതിയ DG അദ്ദേഹം അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചായിരുന്നു. അപ്പൊ ഈ അഗ്നിപർവ്വയിലൂടെ ഓരോരോ സ്കൂളിലും ഒരു 30 സ്റ്റുഡൻസ്, അതായത് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയപ്പെടുന്ന അക്കാഡമിക്കലി ലോ പെർഫോമിംഗ്, സോഷ്യോ എക്കണോമിക് പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഒരു 100 days
ഇന്റർവെൻഷൻ പ്രോഗ്രാമാണ്. അപ്പൊ ആ 100 days ഇന്റർവെൻഷൻ പ്രോഗ്രാമിലൂടെ ആ കുട്ടികളെ തന്നെ ഒരു സെൽഫ് അവയർനെസ്, അവർക്ക് തന്നെ ഇതിന്റെ സൊസൈറ്റിയിലുള്ള ദോഷകരങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ നല്ല മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് കുറച്ച് സെഷൻസ് ഒക്കെ ഇന്റർവെൻഷൻസ് ഒക്കെ നടത്തിയിട്ട് അവർക്ക് ലീഡർഷിപ്പ് പ്രോജക്ട്സ് കൊടുത്തിട്ട് അവരെ ഒരു ബിസിനസ് ചെയ്യിപ്പിച്ച് പാസ് ഔട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു മോഡലാണ് ഈ അഗ്നിപ്പറവകൾ. സോ ഇത് മട്ടാഞ്ചേരി സ്കൂളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ 2 സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. പ്രോബബ്ലി നമ്മളിത് ഫ്യൂച്ചറിലും ചെയ്യുമായിരിക്കും. അപ്പൊ ഇതെല്ലാം നമുക്ക് ടാർഗറ്റഡ് ഇന്റർവെൻഷൻ. ആരോടാണ് നമ്മൾ ടാർഗറ്റ്? യൂത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പോലീസിങ് ഇന്റർവെൻഷൻസ് ആണ്. പിന്നുള്ളത് സൈബർ ക്രൈം ആൻഡ് ഡിജിറ്റൽ ത്രെറ്റ്സ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ ഒത്തിരി അധികം അവയർനെസ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും നടത്തുന്നു. അപ്പൊ ഇൻക്ലൂഡിങ് നമ്മൾ ഫോൺ അടിക്കുമ്പോൾ ഫോണിൽ തന്നെ ഇത് തന്നെയാണ് പറയുന്നത്. എപ്പോൾ ഫോൺ റിംഗ് ആവും നമുക്ക് അറിയില്ല. അതിന്റെ ബോധവൽക്കരണ മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ബോധവൽക്കരണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ് നമുക്ക് ഇപ്പൊ നിലവിൽ 6 districtsലുണ്ട്. ഈ വർഷം നമുക്ക് എല്ലാ ജില്ലയിലും സാങ്ഷൻ ആയിട്ടുണ്ട് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ്. അപ്പൊ അതിൽ വർക്ക് ചെയ്യുന്ന ചൈൽഡ് സൈക്കോളജിസ്റ്റും ആൻഡ് അതിൽ വർക്ക് ചെയ്യുന്ന കേസ് വർക്കേഴ്സും കുട്ടികളുമായിട്ട് അവയർനെസ് പേജിലും കുട്ടികൾ അഥവാ മൊബൈൽ ഫോൺ അഡിക്ഷൻ, ഗാഡ്ജറ്റ് അഡിക്ഷൻ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നല്ലൊരു കൗൺസിലിംഗ് ചെയ്യാനുള്ള സംവിധാനമാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ്. പിന്നെ കിഡ് ഗ്ലോവ് ഇനിഷ്യേറ്റീവ്, ഐ എം ഷുവർ അങ്കിത് വരുമ്പോൾ അതിനെക്കുറിച്ച് പറയും. കിഡ് ഗ്ലോവ് ഇനിഷ്യേറ്റീവും സൈബർ ഹൈജീൻ, സൈബർ അവയർനെസ് കുട്ടികൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേരള പോലീസിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. തീർച്ചയായിട്ടും ഇതെല്ലാം നല്ലൊരു വർധനം തന്നെയാണ് ഉണ്ടാവുക ഫ്യൂച്ചറിൽ. ഈ മൈഗ്രന്റ് ലേബേഴ്സ് മാനേജ്മെന്റ് അത് കമ്മ്യൂണിറ്റി പോലീസിംഗിൽ നല്ല രീതിയിൽ സാധിക്കും ഫ്യൂച്ചറിൽ. നമുക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ നമ്പേഴ്സിൽ, ബിക്കോസ് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചോളം മറ്റ് സംസ്ഥാനങ്ങളെക്കാട്ടിലും കൂടുതൽ വേജസ് കിട്ടുന്നതും കൂടുതൽ അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് അനുസരിച്ചുള്ള മര്യാദയ്ക്ക് അതായത് അവരോട് മര്യാദയായിട്ട് പെരുമാറുന്ന ഒരു ജനത ഉള്ള ഒരു സംസ്ഥാനമാണ് കേരള. അപ്പൊ അതുകൊണ്ട് മൈഗ്രന്റ് ലേബേഴ്സിനെ സംബന്ധിച്ചോളം അവർക്ക് ഇത് ഗൾഫ് പോലെയാണ്. നല്ല പൈസ കിട്ടും, അവരുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇൻഫ്ലോ കൂടാൻ തന്നെയാണ് സാധ്യത. ഇപ്പൊ വേറെ സംസ്ഥാനങ്ങളിൽ, വേറെ രാജ്യങ്ങളിൽ ഉള്ള കമ്മ്യൂണിറ്റി പോലീസിംഗ് മോഡൽസിൽ ന്യൂവാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം ന്യൂജേഴ്സിയിൽ, അവിടെ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി സ്ട്രീറ്റ് ടീംസ്. അപ്പൊ അവര് ഈ ക്രൈം പ്രോബബിലിറ്റി ഉള്ള ഇൻഡിവിജ്വൽസിനെ കണ്ടെത്തിയിട്ട് അവർക്ക് തന്നെ ട്രെയിനിങ് കൊടുത്തിട്ട് അവർ തന്നെ ആ ലോക്കൽ ഏരിയയിലുള്ള പോപ്പുലേഷനുമായിട്ട് ഇന്റർമിംഗിൾ ചെയ്തുകൊണ്ട് അവരുമായിട്ട് തന്നെ ക്ലാസ് എടുക്കുക, അവരുമായിട്ട് തന്നെ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു പോലീസിംഗ് പ്രോജക്റ്റ് ആണ് ഈ ന്യൂയോർക്ക് ന്യൂജേഴ്സിയുടെ കമ്മ്യൂണിറ്റി സ്ട്രീറ്റ് ടീംസ്. അപ്പൊ അത് 40% 5 വർഷക്കാലം ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു 8 പോലീസ് സ്റ്റേഷനിൽ 40% ക്രൈം കുറഞ്ഞു. ന്യൂയോർക്കിനെ സംബന്ധിച്ചോളം കൂടുതൽ മൈഗ്രന്റ് പോപ്പുലേഷൻ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ നമ്മുടെ പാർട്ട്നേഴ്സ് ആയിട്ട് എടുത്തുകൊണ്ട് അവരെ ഉൾക്കൊണ്ട് തന്നെ നമുക്ക് പോലീസിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ജനമൈത്രിയിലൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു മേജർ ചാലഞ്ചാണ്. ഇത് നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ വുമൻ സേഫ്റ്റിനെ സംബന്ധിച്ചോളം കേരള പോലീസിൽ ഓൾറെഡി ഡിസ്ട്രിക്ട് ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്, പിങ്ക് പെട്രോൾ പ്രോജക്റ്റ് ഉണ്ട്, സേഫ് സിറ്റി പ്രോജക്ട്സ് ഉണ്ട്, പിന്നെ നമ്മുടെ നിർഭയ വോളണ്ടിയേഴ്സ് ഉണ്ട്, സെൽഫ് ഡിഫൻസ് ടീംസ് ഉണ്ട്. ഇതെല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്ട്സ് ആണ്. അപ്പൊ ഇതിന്റെയും ഫ്യൂച്ചർ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യും. പ്രോബബ്ലി എല്ലാ പോലീസ് സ്റ്റേഷൻസിലും ഇതുപോലെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെന്റേഴ്സ് വരും. ഡൊമസ്റ്റിക് വയലൻസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെന്റേഴ്സ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാ സബ് ഡിവിഷനിലും സ്നേഹിത വോളണ്ടിയേഴ്സിന് കൊടുത്തിട്ടുണ്ട്, സ്നേഹിത കൗൺസിലേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കോൺഫ്ലിക്ട് റെസൊല്യൂഷന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ കോൺഫ്ലിക്ട് ക്രൈമിലേക്ക് പോവാതെ റിസോൾവ് ചെയ്യുക, അത് പോലീസ് സ്റ്റേഷനിൽ തന്നെ ചെയ്യാം. ബിക്കോസ് പോലീസ് സ്റ്റേഷൻ ആണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ജസ്റ്റിസ്. അപ്പൊ എന്ത് പ്രശ്നമായാലും ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ തന്നെ വരും. അപ്പൊ അവിടെ തന്നെ നമുക്ക് റോബസ്റ്റ് കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ടെങ്കിൽ, എവറി പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. കേരളത്തെ സംബന്ധിച്ചോളം 50% വുമൻ പോപ്പുലേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇനി ഒരു 10 വർഷമൊക്കെ തീരുമ്പോ ഈ സൈഡിൽ മൊത്തം വുമൻ ഓഫീസേഴ്സ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ എസ്റ്റിമേറ്റ്. അപ്പൊ വുമൻ പോലീസ് ഓഫീസേഴ്സ് inclusive strategy to effectively deal with gender-based violence. Not just women. Probably the first 3 rows will also be filled with transgenders. അപ്പൊ അങ്ങനത്തെ ഒരു പോലീസിംഗ് ആയിരിക്കും ഇൻക്ലൂസീവ് പോലീസിംഗ്. അപ്പൊ ഈ ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി പോലീസിംഗ് പ്രോജക്ട്സ് ഫോർ ടാർഗറ്റഡ് ആൻഡ് വൾനറബിൾ പോപ്പുലേഷൻ ലൈക്ക് വുമൻ, ലൈക്ക് സീനിയർ സിറ്റിസൻസ്, ഇത് നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ട, സീനിയർ സിറ്റിസൺ ആണെങ്കിൽ കുറച്ച് സീനിയർ സിറ്റിസൻസിനെ പോലീസിൽ ചേട്ടനോന്ന് ചോദിക്കേണ്ട, അവരെയും നമുക്ക് നമ്മൾ അവരെയും എടുക്കാൻ വേണ്ടിയാണ് ജനമൈത്രി സമിതീസിലും നിങ്ങൾ സീനിയർ സിറ്റിസൻസിലും വെക്കേണ്ടതാണ്.
ഈവൻ സീനിയർ സിറ്റിസൺ കെയർ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് പ്രകാരം സീനിയർ സിറ്റിസൻസിന്റെ ഒരു സമിതി എല്ലാ പോലീസ് സ്റ്റേഷനിൽ രൂപീകരിക്കേണ്ടതാണ്. ഇത് കേരള മോഡൽ അല്ല, നാഷണൽ മോഡൽ, ബിക്കോസ് ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആൻഡ് പ്ലസ് ഒരു DG അദ്ദേഹം തന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാൽ കോസ്റ്റൽ ഏരിയ ഇസ് ദ മോസ്റ്റ് വൾനറബിൾ ഏരിയ വെൻ ഇറ്റ് കംസ് ടു എനി കൈൻഡ് ഓഫ് അറ്റാക്സ്, അൺപ്ലാൻഡ് അറ്റാക്സ്, അൺപ്രിപ്പയർഡ് അറ്റാക്സ്. You all know about Mumbai attacks. You all know about Operation Sindoor. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ കോസ്റ്റിലൂടെ അറ്റാക്സ് വരാൻ സാധ്യതയുണ്ട്. കോസ്റ്റിലൂടെ കോൺട്രബാൻഡ് മെറ്റീരിയൽസ് ഇഷ്ടമാതിരി വരുന്നു എന്നാണ് IBയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോവും പറയുന്നത്. നാർക്കോട്ടിക് സബ്സ്റ്റൻസസ് ഉൾപ്പെടെ കോസ്റ്റൽ ഏരിയാസിലൂടെ വരുന്നു. ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് വരാം, പാകിസ്ഥാനിൽ നിന്ന് വരാം, ട്രാവൽ ചെയ്ത് ഏത് സംസ്ഥാനങ്ങളിലും വരാം. ബിഗ് ഷിപ്സിൽ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് ഒരു ചെറിയ ബോട്ടിലേക്ക് മാറിയിട്ട് അവിടെ നിന്ന് ചെറിയൊരു ഫിഷിംഗ് ബോട്ടിലേക്ക് മാറി അകത്ത് വരാനുള്ള സാധ്യത കൂടുതലുള്ള മേഖലയാണ് കോസ്റ്റൽ ഏരിയാസ്. അപ്പം നമുക്ക് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ബട്ട് ജസ്റ്റ് ഉണ്ട്, അത് മാത്രമേ പറയാൻ പറ്റത്തില്ല. അപ്പൊ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻക്ക് അത്രയും സ്ട്രെങ്തൻ ചെയ്ത് റിസോഴ്സസും അവർക്ക് നല്ല ഹൈ എൻഡ് ഗാഡ്ജറ്റ്സും തരണം. അതൊരു സ്ട്രാറ്റജിയാണ്. അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയാസിൽ നിൽക്കുന്ന ഫിഷർമെൻ കമ്മ്യൂണിറ്റി ഉപയോഗിച്ച് നമുക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിറ്റി പോലീസിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ കടലോര ജാഗ്രതാ സമിതീസ്, വൺ ക്ലാസിക് കമ്മ്യൂണിറ്റി പോലീസിങ് പ്രോജക്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ തന്നെ ഫിഷർമെൻക്ക് അങ്ങോട്ട് സിം കാർഡ് കൊടുത്തു, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ മതി, ഞാൻ തന്നെ ടോപ്പ് ചെയ്ത് തരാമെന്ന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അതുപോലത്തെ ഒരു സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സസ്പീഷ്യസ് ബോട്ടോ എന്തെങ്കിലും സസ്പീഷ്യസ് സാധനം ഈ ബോട്ടിലോടി മെയിൻലാൻഡിലേക്ക് മാറുന്നുണ്ടെങ്കിൽ, ബിക്കോസ് ഇത് ഹാർബറിൽ മാത്രം സംഭവിക്കില്ല, കുറെ അധികം ചെറിയ ലാൻഡിംഗ് പോയിന്റ്സ് ഉണ്ടാവും. ഈ ലാൻഡിംഗ് പോയിന്റ്സിലൊക്കെ വന്ന് ഇറങ്ങാം ഈ സാധനം. അപ്പൊ ഇവരുടെ ബോട്ട് ഓടിക്കുന്ന ആളുകളും കടലിലേക്ക് പോകുന്ന ഫിഷർമെന്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി, ഇത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഇഷ്യൂ മാത്രമല്ല, നാഷണൽ സെക്യൂരിറ്റി സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അത് കമ്മ്യൂണിറ്റി പോലീസിംഗിലൂടെ തീർച്ചയായിട്ടും എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്നും എഫക്റ്റീവായിട്ട് പാർട്ട്ണർഷിപ്പ് ലെവൽസ് നമുക്ക് ടൈപ്പും ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് ജനമൈത്രിയുടെ കാര്യങ്ങൾ. 5 minutes ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഗ്ലോബലി ഇത് അക്സെപ്റ്റഡ് മോഡൽ തന്നെയാണ്. ഇപ്പോൾ കമ്മ്യൂണിറ്റി പോലീസിംഗിലൂടെ നമുക്ക് എന്ത് നടക്കുന്നു പറഞ്ഞാൽ വി വിൽ ബി ഏബിൾ ടു റെഡ്യൂസ് ക്രൈം, we will be able to institutionalize legitimacy, we will be able to gap the bridge between public and police, and we'll also become much more empathetic. ജനമൈത്രി പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ലി പോലീസ് ഓഫീസറാണ്. ഒരാൾക്കും പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ പേടി ഉണ്ടാവില്ല. ഒരാൾക്കും പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ കയറി വരുമ്പോൾ ഒരു ശുപാർശയോ കൂടി വരണം എന്ന് ആവശ്യമില്ല. ബിക്കോസ് അകത്തുള്ള പോലീസ് ഓഫീസർ എല്ലാം ഭയങ്കര മാന്യമായിട്ടും നല്ല രീതിയിലും എംപത്തറ്റിക് ആയിട്ട് കമ്പാഷനേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പോലീസ് ഓഫീസർ ആണെന്ന് ഒരു സർട്ടിഫിക്കേഷൻ ആണ് ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ എപ്പോഴും കൈവിടാൻ പാടില്ല. പബ്ലിക് ട്രസ്റ്റും അക്കൗണ്ടബിലിറ്റിയും അതൊരു സോഷ്യൽ പോലീസിങ് സിസ്റ്റത്തിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എൻ്റെ ജസ്റ്റ് ഇൻ ക്രക്സ് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഫ്രം എൻഫോഴ്സ്മെന്റ് വി ഹാവ് ടു മൂവ് ടു പാർട്ട്ണർഷിപ്പ്. We have to go into data-driven community policing projects. More social policing director in പറയുന്നത് ഇപ്പം അത്ര സ്ട്രെങ്ത് ഒന്നും അല്ല. നമുക്ക് ഒരു സെപ്പറേറ്റ് റിസർച്ച് അനാലിസിസ് വിങ് വേണം. ഈ പ്രോജക്ട്സ് ഒക്കെ സക്സസ്ഫുൾ ആണോ ഫീൽഡ് സ്റ്റഡി ചെയ്തിട്ട് അതനുസരിച്ചുള്ള ഓൾട്രേഷൻ ചെയ്തിട്ട് നല്ലൊരു R&D ടീമിന്റെ കൂടെ ഉള്ള ഡേറ്റ ആൻഡ് ടെക്നോളജി ഡ്രിവൻ കമ്മ്യൂണിറ്റി പോലീസിംഗ് പ്രോജക്ട്സ് വേണം. യൂത്തിന് വേണ്ടിയിട്ട് SPC in all schools, SPC in all colleges, and SPC and other social policing initiatives through community, your CSR, corporate social responsibility, because സർക്കാരിന് ഒരു പരിമിതി ഉണ്ട് എല്ലാം ഇത്രയും ഫണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഇഷ്ടമാതിരി CSR ഫണ്ട്സിനെ നമുക്ക് ടാപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസലും 20 പേജ് പ്രപ്പോസൽ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് അപ്രൂവൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഹോപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊരു 20 കോടി രൂപ ഡയറക്ട്ലി CSRൽ വരുന്ന രീതിയിൽ, SPC എന്ന് പറഞ്ഞാൽ എനിക്കൊരു 200 കോടി കൊടുത്താൽ മതി, കേരളത്തിലുള്ള എല്ലാ ഗവൺമെന്റ് സ്കൂൾസിലും SPC നടപ്പിലാക്കാൻ പറ്റും. ഒരു 450 കോടി കൊടുത്താൽ ഈവൻ പ്രൈവറ്റ് സ്കൂൾസിലും നടപ്പിലാക്കാൻ പറ്റും. അപ്പൊ CSRനെ മൊബിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പോലീസിങ് ആൻഡ് പ്ലസ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഇതുപോലത്തെ ക്ലൈമറ്റ് റിസ്ക് ഒക്കെ വരുമ്പോൾ നമ്മുടെ SPC കാഡറ്റ്സ് തന്നെയാണ് നമ്മുടെ വോളണ്ടിയർ കോപ്സ്, നമ്മുടെ ഫോഴ്സ് മൊബിലൈസർ ആണ്. ഇത്ര പേര് നമ്മൾ SPCയിൽ തൊപ്പി വെച്ച് പാസ് ഔട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഈ കുട്ടികളെ തന്നെ നമുക്ക് ഇതുപോലത്തെ സിറ്റുവേഷൻസിൽ നല്ലൊരു സിവിൽ ഡിഫൻസ് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് എല്ലാ വർഷവും SHOs ഒരു ഇന്ററാക്ഷൻ ഒക്കെ വെച്ചാൽ
ഒരു സ്റ്റേഷനിൽ ഒരു മൊത്തം 3 ലക്ഷം കുട്ടികളാണ് കേരളത്തിൽ പാസ് ഔട്ട് ആയത് ഇതുവരെ SPC അലുമിനെ. ഈ 3 ലക്ഷം കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ 60,000 സേനകളുടെ കൂടെയുള്ള 3,60,000 നമ്മുടെ സേന. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റുഡന്റ് വോളണ്ടിയർ കോപ്സ് എന്ന് പറയുന്നത്. നമ്മുടെ SPC ഹോപ്പ് അലുമിനെ കുട്ടികളെ ഒന്നിച്ചു കൊണ്ടുള്ള ഒരു നമുക്കൊരു പഠനം തന്നെ പറയാം. ഇതൊക്കെയാണ് നമ്മുടെ വിഷൻ 2030 കേരള പോലീസിന്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് മോഡൽ. ഇത്രമാതിരി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാണ്. കുറച്ച് ടൈം എക്സീഡ് ആയിരുന്നു, എന്നാലും